നെക്കിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് കട്ട് ചെയ്തടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അതേപോലെ തന്നെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വരച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം വരച്ചിട്ട്. അതാ നിങ്ങൾ വരക്കാതെ കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2.25 എടുത്തതിന് ശേഷം 2.25 മാർക്ക് ചെയ്യുക കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നെക്ക് താഴ്ച നമുക്ക് 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് പോവും. അതിന് ശേഷം നമുക്ക് 5.5 തയ്ച്ച് കഴിഞ്ഞ ശേഷം വരേണ്ടത്. അപ്പോൾ നമ്മൾ 5.5 വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5.25 തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഒരു 5.25 മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്ക് ചെയ്ത് ഇനി ഇവിടെയും നമുക്ക് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെയും. എന്നിട്ട് നമുക്കിത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അത് ബിഗിനേഴ്സായ ആളുകൾക്ക് ആണെങ്കിൽ വളരെ ഉപകാരപ്പെടും. ഇത് നമ്മൾ കട്ട് ചെയ്തടിക്കുമ്പോൾ ഈ രീതിയിലിട്ട് വരിക. ഇത് നമ്മൾ സിമ്പിളായിട്ട് നെക്കൊന്ന് തെറ്റിപ്പോവാതിരിക്കാൻ ബിഗിനേഴ്സായ ആളുകൾക്കുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇനി ഈ ഭാഗത്ത് ഇതിൻ്റെ അളവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ കറക്റ്റ് അളവ് നമ്മുടെ ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ടാവും കണ്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇതേ മെഷർമെൻറ്റിലൊന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഈ മെഷർമെൻറ്റ് കിട്ടുമണ്ട ഇവിടെ. എന്നിട്ട് ഇതേപോലെ സ്ട്രൈറ്റായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് ഒന്നും തെറ്റിപ്പോവില്ല. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആം ഹോൾ കർവ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇതേപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ഇവിടെയും ചെയ്യാം. ഈ 2 അളവും ഇവിടുത്തെ ഒരേപോലെ നോക്കണം നമ്മളിങ്ങനെയൊക്കെ അടിക്കുമ്പോൾ. അല്ലെങ്കിൽ നെക്ക് അടിച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരണമെന്നില്ല. ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് വേണം. ഇവിടെയും ഈ കോർണറിൽ നിന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പീസ് നമ്മുടെ നല്ല തുണിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് അടിച്ചെടുക്കാനേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.